ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരള പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അവർക്കൊരു നിലം എന്ന് പറഞ്ഞ് അവരുടെ പ്രമാണങ്ങളിലോ അല്ലെങ്കിൽ കരന്തീർത്ത റെസിപ്റ്റിലോ നിലം എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഡേറ്റാ ബാങ്ക് നിലമെന്നാണ് കിടക്കുന്നത്. പക്ഷെ അവിടെ ഓൾറെഡി ഒരു വീടുണ്ട്, ആ വീടൊന്ന് പുതുക്കി പണിയണം. ആ വീടിന് ചിലപ്പോൾ ഒരു നിലയായിരിക്കും, അതിന്റെ മുകളിലത്തെ നില കെട്ടണം, അല്ലെങ്കിൽ വീടൊന്ന് പുതുക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പെർമിഷൻ ആവശ്യമാണോ? അപ്പൊ അങ്ങനെ പെർമിഷൻ എവിടെയാണ് പോവേണ്ടത്? പലപ്പോഴും ഒരു പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെല്ലുമ്പോൾ അവർ പെർമിഷൻ കൊടുക്കാതെ അത് RDOയുടെ അടുത്ത് പോകാൻ പറയും. കാരണം ഇതിന്റെ സെക്ഷൻ 27A എന്ന് പറയുന്ന കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ടിലെ സെക്ഷൻ 27A പ്രകാരം RDOയ്ക്കാണ് അതിനുള്ള അധികാരം ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവർ RDOയുടെ അടുത്ത് പോകാൻ പറയുകയും പിന്നെ ആ ഒരു പരിപാടി അവർക്ക് ആ വീട് പുതുക്കാൻ ഒരിക്കലും സാധിക്കാറുമില്ല. കാരണം അത് അവിടെ പോയി അവിടുത്തെ നിയമം ഒരിക്കലും അങ്ങ് കിടക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നതായിട്ട് എല്ലാവരും പറയാറുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് ചോദിക്കാറുമുണ്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ റെമഡി എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പെറ്റീഷണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 3.15 പ്രോപ്പർട്ടി ഉണ്ട്. അറൗണ്ട് ഒരു 7-8 സെന്റോളം പെരയിടം. അത് കേരളത്തിലെ ഒരു വില്ലേജിലാണ് ഉള്ളത്. ഇത് കേരളത്തിലുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പെർമിറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അദ്ദേഹം അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്തി. അതിനുശേഷമാണ് വെൻ ദ പ്രോപ്പർട്ടി ഹാഡ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ ഡേറ്റാ ബാങ്ക് ആസ് നിലം, ഡേറ്റാ ബാങ്കിൽ അത് പിന്നെ നിലം എന്ന് ആക്കി. ഈ ആക്ട് ഒക്കെ വന്നതിന് ശേഷം അവർ കോടതിയിൽ പോയിട്ട് കേസ് കൊടുത്തിട്ട് ഈ പ്രോപ്പർട്ടിയെ ഡേറ്റാ ബാങ്കിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അത് പ്രകാരം കോടതി ജഡ്ജിമെന്റ് പാസ്സാക്കി ഈ പ്രോപ്പർട്ടിയെ ഡേറ്റാ ബാങ്കിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ട്. അങ്ങനെ അത് എക്സ്ക്ലൂഡ് ചെയ്തു. ഈ പെറ്റീഷണർക്ക് ഓൾറെഡി ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് ഒരു കുറച്ച് കൺസ്ട്രക്ഷനും കൂടി നടത്തണം. അതായത് ഒരു നില കെട്ടിടമാണ്, അതിന്റെ പുറത്തൂടെ ഒരു നിലയും കൂടെ അയാൾക്ക് കെട്ടണം. അതിന് വേണ്ടിയിട്ട് പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം വീണ്ടും പഞ്ചായത്ത് അതോറിറ്റിയെ സമീപിച്ചു. പക്ഷേ പഞ്ചായത്ത് അതോറിറ്റി അതിനെ റിജക്ട് ചെയ്തു. എന്തെന്ന് വെച്ചാൽ സിൻസ് ദ പ്രോപ്പർട്ടി ഷോൺ ആസ് നിലം, പ്രോപ്പർട്ടി നിലം എന്ന് ബേസിക് ടാക്സ് രജിസ്റ്റർ BTRൽ നിലം എന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് പെറ്റീഷണർ അടുത്ത് പറഞ്ഞു, നിങ്ങൾ RDOയുടെ അടുത്ത് നിന്ന് സെക്ഷൻ 27A പ്രകാരം, ഈ ആക്ട് പ്രകാരം, കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് പ്രകാരം RDOയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു. ഇപ്പൊ സെക്ഷൻ 14 അത് പറയുന്നത് റിഫ്യൂസൽ ഓഫ് ലൈസൻസ് ബൈ ദ ലോക്കൽ അതോറിറ്റി. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നോ ലോക്കൽ അതോറിറ്റി ഷാൾ ഗ്രാന്റ് എനി ലൈസൻസ് ഓർ പെർമിറ്റ് അണ്ടർ ദ സെഡ് ആക്ട് ഫോർ ക്യാരിയിങ് ഔട്ട് എനി ആക്ടിവിറ്റി ഓർ കൺസ്ട്രക്ഷൻ in a paddy land or a wetland converted or reclaimed in contravention of the provisions of this act. അപ്പോൾ ഇത് പ്രകാരം കൊടുക്കാൻ പാടില്ല. ഈ ആക്ട്, ഈ സെക്ഷൻ 14 പ്രകാരം, ഈ ആക്ടിലെ സെക്ഷൻ 14 പ്രകാരം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതോറിറ്റി ഒന്നും തന്നെ പെർമിറ്റ്, അവിടെ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പെർമിറ്റ് കൊടുക്കാൻ പാടില്ല. അത് എങ്ങനെ കിടക്കുന്നതാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓർഡർ, ആ നിയമം ഈ പറയുന്ന അതോറിറ്റി കംപ്ലൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എവിടെ പോവാം, RDOയുടെ അടുത്ത് പോയി സെക്ഷൻ 27A പ്രകാരമുള്ള ആ ഒരു പെർമിഷൻ വാങ്ങിക്കാം. ഞാൻ സെക്ഷൻ 27Aയുടെ വീഡിയോ ഞാൻ ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കയറി നോക്കണം. ഇതിന്റെ എൻഡ് സ്ക്രീനിൽ ഞാൻ ഇട്ടേക്കാം. അത് കേട്ട് കഴിയുമ്പോൾ ഇതെല്ലാം മനസ്സിലാവും. ഇവിടെ പെറ്റീഷണർ വക്കീൽ കോടതിയിൽ ആർഗ്യൂ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഈ 27A എന്ന് പറയുന്നത് ഇതിൽ ഈ കേസിൽ ആപ്ലിക്കബിൾ അല്ല. കാരണം പെറ്റീഷണർ ഓൾറെഡി ഒരു കൺസ്ട്രക്ഷൻ അവിടെ വച്ചിട്ടുണ്ട്. അതിന്റെ പുറത്ത് ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ പെർമിഷൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്ന പഞ്ചായത്ത് ലോക്കൽ അതോറിറ്റി, അതായത് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതോറിറ്റി, ലോക്കൽ അതോറിറ്റിക്ക് തന്നെയാണ് ഇതിന്റെ റൈറ്റ് ഉള്ളത്. അവർക്ക് തന്നെയാണ് ഈ പെർമിഷൻ ഗ്രാന്റ് ചെയ്യാനുള്ള അധികാരം ഉള്ളത്. അല്ലാതെ RDOയുടെ അടുത്ത് പോവേണ്ട ആവശ്യമില്ല. ഈ 27A ഇവർക്ക് ആപ്ലിക്കബിൾ അല്ല എന്നാണ് പെറ്റീഷണറുടെ വക്കീൽ ആർഗ്യൂ ചെയ്തത്. ഇവിടെ കോടതി റിലേ ചെയ്ത ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ഡിസിഷനാണ്. അതിന്റെ അകത്ത് കാര്യങ്ങൾ വെച്ചിട്ടാണ് കോടതി ഈ കേസ് വിലയിരുത്തുന്നത്. അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഓർഡർ അണ്ടർ സെക്ഷൻ 27A കനോട്ട് ബി ഇൻസിസ്റ്റഡ് അപ്പോൺ ഇൻ റെസ്പെക്ട് ഓഫ് ലാൻഡ് ഓൾറെഡി യൂട്ടിലൈസ്ഡ് ബൈ കൺസ്ട്രക്ടിങ് എ ബിൽഡിംഗ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഓഫ് ദ സെഡ് പ്രൊവിഷൻ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 27A എന്ന് പറയുന്നത് ഇപ്പൊ ഓൾറെഡി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ലാൻഡ് ആണെങ്കിൽ, ഇപ്പൊ ഈ കേസിനകത്താണെങ്കിൽ ഓൾറെഡി ഈ ആക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു കൺസ്ട്രക്ഷൻ ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം അതിന്റെ പുറത്തൊരു ചെറിയ കൺസ്ട്രക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പെർമിഷൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സെക്ഷൻ 27A ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് ഈ പ്രൊവിഷനകത്ത്, ഈ ഒരു ഡിസിഷനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇറ്റ് വാസ് സ്പെസിഫിക്കലി ഡയറക്റ്റഡ് ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി വെരിഫൈഡ് ഫ്രം ദ ആപ്ലിക്കേഷൻ ഫോർ ദ ബിൽഡിംഗ് പെർമിറ്റ് വെദർ പ്രൊപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ ഓർ റീകൺസ്ട്രക്ഷൻ എക്സീഡ്സ് ദ അപ്പർട്ടനന്റ് ലാൻഡ് കവേർഡ് ബൈ ദ എക്സിസ്റ്റിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇഫ് ദ കൺസ്ട്രക്ഷൻ exceeds such earlier construction then the application under section 27A act would be required. അതിൻ്റെ അത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. ആ കൺസ്ട്രക്ഷന്റെ പുറത്തൊരു കൺസ്ട്രക്ഷൻ നടക്കുമ്പം ആ കൺസ്ട്രക്ഷന്റെ അകത്ത് നിന്നുകൊണ്ട് നടത്തുന്നെങ്കിൽ ഈ സെക്ഷൻ 27A ആപ്ലിക്കബിൾ അല്ല. പക്ഷെ ഈ പറയുന്ന നമ്മളെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ള ബിൽഡിങ്ങിന് പുറത്ത് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കൺസ്ട്രക്ഷന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ പിന്നെ അത് എക്സീഡ്സ് ദ ലിമിറ്റായി അതിന്റെ പുറത്തു പോയി പിന്നെ സെക്ഷൻ 27A ആപ്ലിക്കബിൾ ആണ് എന്ന് കോടതി വിലയിരുത്തി. ഇവിടെയെന്ന് വെച്ചാൽ ഈ കേസിനകത്ത് കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ
ഈ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ കൊടുക്കാൻ പോകുന്ന റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ് ദ ഏരിയ ഓഫ് ദ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്. ഇപ്പം എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന്റെ ഏരിയയ്ക്ക് പുറത്ത് പോകൂല എങ്കിൽ ദ ആപ്ലിക്കേഷൻ ഈസ് ലൈബിൾ ടു ബി കൺസിഡർഡ്. ആപ്ലിക്കേഷൻ പരിഗണിക്കാൻ പറഞ്ഞു. ഇനി അതിന്റെ പുറത്ത് പോവുകയാണെങ്കിൽ സെക്ഷൻ 27 ആപ്ലിക്കബിൾ ആണ്, അത് RDOയ്ക്കാണ് റൈറ്റ്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അത് അവർ പരിഗണിക്കാൻ, അത് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ഓൾറെഡി പഞ്ചായത്ത് ഒരു ഓർഡർ പാസ്സാക്കിയല്ലോ, അവർക്ക് പറ്റത്തില്ല RDOയുടെ അടുത്ത് പോകാനായിട്ട്. അത് റിജക്ട് ചെയ്ത ആ ഒരു ഓർഡറിനെ കോടതി സെറ്റ് അസൈഡ് ചെയ്തു. അതിനുശേഷം പറഞ്ഞു ഈ പറയുന്ന പഞ്ചായത്തിനെ ഡയറക്റ്റ് ചെയ്തു ഈ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി, റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു പെറ്റീഷൻ കൺസിഡർ ചെയ്യാനും അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു ഓർഡർ പാസ്സാക്കാനും കോടതി വിധിച്ചു. ഇനി ഈ പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതിൽ എക്സീഡ്സ് ദ അപ്പർട്ടനന്റ് ലാൻഡ് കവേർഡ് ബൈ ദ എക്സിസ്റ്റിംഗ് കൺസ്ട്രക്ഷൻ, ഇതിന്റെ പുറത്ത് പോവുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ നോ സച്ച് എക്സിസ്റ്റ് ലാൻഡ് യൂട്ടിലൈസേഷൻ, അത് അനുവദിക്കാൻ പാടില്ല. അത് നിയമപരമായിട്ട് RDOയ്ക്ക് തന്നെ വിടണം, RDOയ്ക്ക് പോകണം. അത് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തതിനു ശേഷം RDOയുടെ അടുത്ത് പോകാൻ പറയണം. പക്ഷേ അതേസമയം ആ കൺസ്ട്രക്ഷന്റെ അകത്ത് നിന്നുകൊണ്ടാണ് നടത്തുന്നതെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റും. അതിന് RDOയുടെ അടുത്ത് വിടേണ്ട ആവശ്യമില്ല. ഇതാണ് കോടതി പാസ്സാക്കിയ ഓർഡർ. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട് വീട്ടിൽ, അതൊന്ന് പുതുക്കി പണിയണം. എങ്കിൽ നിങ്ങൾക്ക് പുതുക്കി പണിയാം. പുതുക്കി പണിയുമ്പോഴത്തേക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ബിൽഡിംഗ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന്റെ പുറത്ത് പോണ പുതുക്കി പണിയിലുള്ളതൊന്നും നടക്കൂല. അങ്ങനെ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ RDOയുടെ അടുത്ത് സെക്ഷൻ 27A പ്രകാരം RDOയുടെ അടുത്ത് പോവേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ലോക്കൽ സെൽഫ് അതോറിറ്റി, അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ തന്നെ പോയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ കൊടുത്തതിന് ശേഷം അത് പാസ്സാക്കി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് തന്നെ അത് ചെയ്തു തരാൻ പറ്റും. അവർക്ക് അങ്ങോട്ട് വിടേണ്ട, അതായത് ഈ കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആക്ടിന്റെ സെക്ഷൻ 27A പ്രകാരം അങ്ങോട്ട് വിടേണ്ട ആവശ്യമില്ല. സെക്ഷൻ 14ന്റെ വയലേഷൻ ഒന്നും അല്ല എന്നാണ് ഈ കോടതി ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് വിടേണ്ട ആവശ്യമില്ല, അവർക്ക് തന്നെ ബിൽഡിംഗ് പെർമിറ്റ് പാസ്സാക്കി കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് കോടതി വിധിച്ചു. ഇനി ഇങ്ങനെയുള്ള സംശയമുള്ളവരൊക്കെ ഈ ഒരു ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡിസിഷൻ പ്രകാരം അവർക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ്, അവർക്ക് ഇങ്ങനെയുള്ള ഇത് നടത്താനായിട്ട് സാധിക്കും. അതിന്റെ അകത്ത് യാതൊരു കാര്യത്തിലും അതിന് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ റീകൺസ്ട്രക്ഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, റിനോവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല ഇത്. ഇനി എന്തെങ്കിലും പുതിയ വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ഇങ്ങനെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ്, നിയമപരമായിട്ട് ഉപയോഗപ്പെടുന്ന വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. ആ നിയമം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നമ്മൾ വീഡിയോ ചെക്ക് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ചെക്ക് ചെയ്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമുക്ക് നിയമം എപ്പോഴും എല്ലാ നിയമങ്ങളും അത്യാവശ്യം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കണം. ഞാൻ ഈ 27A വീഡിയോ ഇനി ഇട്ടേക്കാം. ഇതിപ്പോൾ കാണാം, കുറച്ച് കഴിയുമ്പോൾ തന്നെ കാണാം, ഇത് തീരാറാകുമ്പോൾ കാണാം. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.